ഹലോ എവ്രി വൺ, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് ആൻഡ് മിഡ് ക്യാപ് നിഫ്റ്റി ഈ ഇൻഡെക്സസ് അനാലിസിസ് ചെയ്യും. ഈ അനാലിസിസ് നമ്മുടെ മൺഡേത്തേക്കുള്ള അനാലിസിസ് ആണ്. ഇവിടെ ഷെയർ ചെയ്യുന്ന ലെവൽസ് എല്ലാം ലേണിംഗ് പർപ്പസ് ലെവൽസ് ആണ്. സോ ലേൺ ചെയ്യുക, ഏൺ ചെയ്യുക, അതാണ് നമ്മുടെ സ്ട്രാറ്റജി. ഓക്കെ, സോ ഇനി നമ്മുടെ ഫസ്റ്റ് നിഫ്റ്റി ചാർട്ടിലേക്ക് കിടക്കാം. ആസ് യൂഷ്വൽ നിഫ്റ്റി ചാർട്ട് ലാസ്റ്റ് വീക്കിൽ നമ്മുടെ ഈ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈൻ ഉണ്ടായിരുന്നു ബ്ലൂ, അതുകൂടി ബ്രേക്ക് ചെയ്തു. ഓക്കെ, അതുകൂടി ബ്രേക്ക് ചെയ്തു. ആൻഡ് ഇവിടെ ഞാനൊരു ലെവൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ നോക്കുവാണെങ്കിൽ ഫ്രം ബോട്ടം ടു ടോപ്പ് ഫിബൊനാച്ചി യൂസ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു ലെവൽ ഉണ്ടായിരുന്നു 38.20%, മീൻസ് 23,140. ഓക്കെ, 23,140. സോ ഇതിൻ്റെ ബിലോ പ്രൈസ് പോയാൽ, നമ്മൾ ലാസ്റ്റ് വീക്കായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇതിൻ്റെ ബിലോ പ്രൈസ് പോയാൽ പ്രൈസ് വീക്ക് ആകും, ഫർദർ വീക്ക്നെസ് നമുക്ക് കിട്ടും. പ്രൈസ് പിന്നെ ഫിഫ്ത്ത് വേവിലേക്ക് മുകളിലേക്ക് പോകാനുള്ള ഒരു ചാൻസസ് കുറവായിരിക്കും, ഫിഫ്ത്ത് ഫെയിലിയർ ആയിരിക്കും. സോ ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ പ്രൈസ് ഇവിടെ ആയിരുന്നു. അത് മോർണിംഗ് ഗ്യാപ്പ് അപ്പ് ആയി. ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ മോർണിംഗ് തന്നെ ഓപ്പണിംഗ് ഗ്യാപ്പ് അപ്പ് ആയി, ഗ്യാപ്പ് ഡൗൺ ആയി. ഗ്യാപ്പ് ഡൗൺ ആൻഡ് ദെൻ സഡൻ ഫോൾ ആൻഡ് എല്ലാ ലെവൽസ് ബ്രേക്ക് ചെയ്തു. നല്ല ഒരു ഹ്യൂജ് ഫോൾ ആയിരുന്നു. ഓക്കെ, ഹ്യൂജ് ഫോൾ ആയിപ്പോൾ ഇനി എന്താണ് നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഈ ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ട്രെൻഡ് ബ്രേക്ക് ആയി, ഒന്നും നോക്കാനൊന്നുമില്ല. ഇതൊക്കെ ഞാൻ ഇപ്പോൾ ഡിലീറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി നോക്കാനുള്ളത് എന്താണ്, നമ്മുടെ ഇവിടെ കൗണ്ടിങ് ഇവിടെ ഉണ്ടായിരുന്നു 1, 2, 3 ആൻഡ് ഫോർത്തിൻ്റെ ഫോളാണ് ഇത് വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഓക്കെ, ഫോർത്തിൻ്റെ ഫോളാണ് ഇത് വന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ദെൻ ഫോർത്ത് ഇനി ഫിഫ്ത്ത് മുകളിലേക്ക് പോകില്ല എന്നാണ് നമുക്കിനി നോക്കാനുള്ളത്. ഫിഫ്ത്ത് ആക്ച്വലി നമ്മൾ ഈ ഒരു സിറ്റുവേഷൻ നോക്കുവാണെങ്കിൽ ഫിഫ്ത്ത് ഇപ്പോൾ വീക്കായി. ഓക്കെ, ആ മൗണ്ടൈൻ്റെ സ്റ്റോറി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സോ മൗണ്ടൈൻ്റെ സ്റ്റോറി നമ്മൾ നോക്കുവാണെങ്കിൽ ആസ് പെർ മൗണ്ടൈൻ്റെ ടോപ്പ് ഇതാണ്. ഓക്കെ, കേരളയുടെ ടാർഗറ്റ് ഇതാണ്, ടോപ്പ് ഇതാണ് മൗണ്ടൈൻ്റെ. സോ ഇവിടെ എത്തുന്ന മുന്നേ റെസ്റ്റ് എടുക്കുന്നു. ആ റെസ്റ്റ് ഇച്ചിരി കൂടുതലായിപ്പോയി. ഇത് മനസ്സിലായോ? റെസ്റ്റ് ഇനി ഇത്തിരി കൂടുതലായിപ്പോയി. അതാണ് ഇനി നമുക്ക് മെയിൻ ഇനി മീൻസ് ഇവിടുന്ന് ഇനി തിരിച്ച് കയറുവാണെങ്കിൽ ഇവിടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരും. മനസ്സിലായോ? ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യും, ഇത്തിരി റെസ്റ്റ് എടുക്കേണ്ടി വരും. കാരണം ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ജേർണി ഹെവി ആയിരിക്കും. ഹെവി മീൻസ് അത് പിന്നെ ഇവിടെ ഒത്തിരി റെസ്റ്റ് എടുക്കണം. പയ്യെ മുകളിലേക്ക് കയറേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ ഇവിടുന്ന് ഡയറക്റ്റ് ഇനി ടാർഗറ്റ് അതേ ഉള്ളൂ. 5 മൂവ്സിലാണ് മുകളിലേക്ക് 5 മൂവ്സിൽ പോകാൻ പറ്റുള്ളൂ. അങ്ങനെയാണല്ലോ എലിയറ്റ് വേവ് തിയറിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എങ്ങനെയാണ് 1, 2, 3, 4 ആൻഡ് 5 5 മൂവ് ആകെ ഉള്ളൂ. 5 മൂവ്സിൽ ടാർഗറ്റ് നമ്മുടെ ഇതാണ്, ആ മൗണ്ടൈൻ്റെ ടോപ്പ് ഇതാണ്. ഇവിടെ ഈ ഏരിയയിലെ 24,000 24,000 ഈ ഒരു നിയർ ഏരിയയില്ല. സോ അതാണെങ്കിൽ ലാസ്റ്റ് മൂവ് ആണ് ഇനി കിടക്കുന്നത്. ആ ലാസ്റ്റ് മൂവ് ഇനി തരാനാണെങ്കിൽ ഇവിടെ തന്നെ എവിടെയെങ്കിലും പ്രൈസ് സസ്റ്റെയിൻ ചെയ്യേണ്ടി വരും, ഈ ഏരിയയിൽ എവിടെയെങ്കിലും. ഓക്കെ, അതാണ് നമുക്കിനി പറയാനുള്ളത്. മനസ്സിലായോ? സോ ആ ഒരു ഇത് മനസ്സിലാക്കി എടുക്കുക. പിന്നെ ഇനി മെയിൻ എന്താണ്, മെയിൻ വരുന്നത് നമ്മുടെ എലിയറ്റ് വേവിൻ്റെ വീഡിയോസ് ഫുൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് വേവിൻ്റെ ടെറിട്ടറി. ഓക്കെ, ഈ ടെറിട്ടറിയിൽ ഇതിൻ്റെ ബിലോ പ്രൈസ് പോകാൻ പാടില്ല. പോയാൽ ഫർദർ നമുക്ക് നല്ല ഒരു വീക്ക്നെസ് വീണ്ടും ഷോ ചെയ്യും. അപ്പോൾ നമുക്ക് പിന്നെ ഇതിൻ്റെ ബിലോ പ്രൈസ് പോയി കഴിഞ്ഞാൽ, ക്ലോസിങ് കിട്ടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫർദർ ഡൗൺ സൈഡ് കിട്ടാനുള്ള ചാൻസസ്, ഡൗൺ സൈഡ് താഴേക്ക് ലെവൽസ് ഇവിടെ വരെ എവിടെയെങ്കിലും വരാനുള്ള ചാൻസസ് ഫർദർ ഓപ്പൺ ആയിരിക്കും. അതാണ് ഇനി നമുക്കുള്ളത്. ഓക്കെ, സോ നമുക്ക് ഇനി നോക്കാം എങ്ങനെയാണ് ഇനി മൺഡേ നമ്മുടെ ഈ ഒരു സമയത്ത് ഗിഫ്റ്റ് നിഫ്റ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. ഒത്തിരി ഗ്യാപ്പ് ഡൗൺ ആണ് കാണിക്കുന്നത്. നല്ല ഹ്യൂജ് 500 പോയിൻറ്റ്സ് 400 പോയിൻറ്റ്സിൻ്റെ ഒരു നെഗറ്റീവ് എന്തോ സംതിങ് ആണ് അത്. സോ അതൊക്കെ ഉണ്ട്. ബട്ട് വൺ ഡേ ഓപ്പണിംഗ് എങ്ങനെയാണ് നമുക്കതാണ് ഇനി നോക്കാനുള്ളത്. ഓക്കെ, സോ നമുക്കിനി സ്മോൾ സ്ട്രക്ചറിലാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ ബിഗ് സ്ട്രക്ചറിൽ ഞാനിപ്പോൾ ഒന്നും നോക്കണില്ല. കാരണം എന്ന് വെച്ചാൽ ബിഗ് സ്ട്രക്ചർ ആസ് പെർ ഈ ഒരു സമയത്ത് കൺഫ്യൂസിങ് ആണ്. ഫോർത്ത് വേവിൻ്റെ ഫോൾ ആണെങ്കിൽ, തേർഡ് വേവ് എക്സ്റ്റൻഷൻ ആണെങ്കിൽ അത് ഇവിടെ നിന്ന് തന്നെ കയറേണ്ടതായിരുന്നു, ഈ ഒരു ഏരിയയിൽ. ഇനി താഴേക്ക് വന്നിട്ട് മുകളിലേക്ക് കയറാനാണെങ്കിൽ ഇവിടെ പാറ്റേൺസ് എല്ലാം ഫെയിലായി കിടക്കണം. ഫോർത്ത് വേവിൻ്റെ പാറ്റേൺസ് എല്ലാം ഫെയിലായി. തേർഡ് നമ്മുടെ ഇത് നോക്കുകയാണെങ്കിൽ ഏതായിരുന്നു നമ്മുടെ ഫോർത്ത് വേവിൽ ട്രയാങ്കിൾ പാറ്റേൺ, 333 കറക്ഷൻസ്, അതൊക്കെ എല്ലാം കൂടി ഈ ഏരിയയിൽ ഫോമായി. ബട്ട് എല്ലാം ഫെയിൽ ആയിക്കൊണ്ടിരിക്കുന്നതാണ്.
ഓക്കെ, അത് പ്രൈസ് ഇവർ സസ്റ്റെയിൻ ചെയ്യുന്നില്ല. ഈ ഒരു സസ്റ്റെയിൻ ചെയ്താൽ സഡൻ പ്രൈസ് മുകളിലേക്ക് പോകേണ്ടതായിരുന്നു. ബട്ട് ഇവിടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിപ്പോൾ തന്നെ എനിക്കത് തന്നെ കൺഫ്യൂഷൻ ലാസ്റ്റ് വീഡിയോ നിങ്ങൾ നോക്കുവാണെങ്കിൽ എനിക്ക് അവിടെ ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്തു അവർ. ദാറ്റ് മീൻസ് പ്രൈസ് ഇവിടെ ഫോർത്ത് വേവിൽ പ്രൈസ് ഇവിടെ സസ്റ്റെയിൻ ചെയ്താലും ഇവിടെ നിന്ന് സസ്റ്റെയിൻ ചെയ്ത് പിന്നെ ദെൻ അവർക്ക് ഷോർട്ടിയാണ്. ദാറ്റ് മീൻസ് അവർ പിന്നെ സഡൻ പ്രൈസ് മുകളിലേക്ക് കൊണ്ടുപോകേണ്ടതാണ്. ബട്ട് ഇവിടെ അവർക്ക് ഷോർട്ടി ഇല്ലെങ്കിൽ സോ അവരെന്ത് ചെയ്തു, ഇവിടെ തന്നെ കൺസൾട്ടേഷൻ മീൻസ് അവർക്ക് തന്നെ ഷോർട്ടി ഇല്ല. സോ പ്രൈസ് മുകളിലേക്ക് ഫോളോ ചെയ്ത് അതാണ് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞത്. ഫിഫ്ത്ത് വേവ് ഇനി പ്രൈസ് ഇതിൻ്റെ ബിലോ പോയാൽ ഫിഫ്ത്ത് വേവ് നമ്മുടെ ഫെയിലിയർ ആവാനുള്ള ചാൻസസ് ഉണ്ടാവും. ഫിഫ്ത്ത് വേവ് ഫെയിലിയർ മീൻസ് ബൗൺസ് ചെയ്യും, പ്രൈസ് ബൗൺസ് ചെയ്യും, ബട്ട് കുറച്ച് ബൗൺസ് ചെയ്തിട്ട് വീണ്ടും പിന്നെ ഫോൾ തന്നെ വരും. അതാണ് ഒരു അത്. ബട്ട് ഇപ്പോൾ നമുക്ക് ഇനി നോക്കാനുള്ളത് എന്താ വെച്ചാൽ ഈ ലെവൽസൊക്കെ എല്ലാം മാർക്ക് ചെയ്ത് വെച്ചേക്കണം. ഇത് നമ്മുടെ ഫ്രം ബോട്ടം ടു ഈ ലേറ്റസ്റ്റ് ടോപ്പ്. ഓക്കെ, സോ ഏതൊക്കെയാണ് ഈ ലെവൽസൊക്കെ നമ്മൾ കറക്റ്റ് ഇതാണല്ലോ നമ്മൾ ഫസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ, ഓൾമോസ്റ്റ് കറക്റ്റാണ് നമ്മൾ ഫിബൊനാച്ചി ഇപ്പോൾ വെച്ചേക്കാം. സോ ഫർദർ താഴത്തെ ലെവൽസ് നമ്മൾ ഏതൊക്കെയാണ് 50%. ഇപ്പോൾ പ്രൈസ് ഇവിടെ തന്നെയാണ് ഉള്ളത് 61.80%, 22,690. ആൻഡ് അതേതാണ്, അത് നമ്മുടെ ഫസ്റ്റ് വേവിൻ്റെ ഹൈ കൂടിയാണ്. ഓക്കെ, അവിടെ ഹോൾഡ് ചെയ്യണം. ഓർ മാക്സ് ടു മാക്സ് 22,320. അത് അവിടെ പിന്നെ താഴെ ലെവൽ ഫർദർ ആക്റ്റീവ് ആകും. അത്രേ ഉള്ളൂ. ഓക്കെ, കാണുന്നില്ല ബുള്ളിഷ്നെസ്, ബട്ട് നമുക്ക് നോക്കാം. മേ ബി മൺഡേ ഒരു നമുക്കിനി നോക്കാനുള്ളത് എന്താണ്, ഗ്യാപ് ഡൗൺ ആണെങ്കിൽ ഓക്കെ, ഗ്യാപ് ഡൗൺ, ബട്ട് സഡൻ റിക്കവറി വരുന്നുണ്ടോ ഇല്ല എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. മൺഡേ സഡൻ റിക്കവറി ആൻഡ് ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ ക്ലോസിങ് എവിടെയാണ്, അതാണ് ഇനി നോക്കാനുള്ളത്. മൺഡേത്തെ ദിവസം ഐ തിങ്ക് നല്ല ഡിസൈഡർ ഡേ ആയിരിക്കും. ഡിസൈഡ് ചെയ്യാൻ പറ്റും ഫർദർ അപ്പ് മൂവ് ഉണ്ടോ ഓർ ഫർദർ ഫോൾ ഉണ്ടോ. റിക്കവറി വന്നില്ലെങ്കിൽ മൺഡേ റിക്കവറി ഉണ്ടെങ്കിൽ സോ ഡൗൺ ലെവൽസ്, പിന്നെ ഫർദർ ഡൗൺ ലെവൽസ് നമുക്ക് ഇവിടെയൊക്കെ കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാകും ഈ ഏരിയയിലേക്ക്. ഇത് ഞാൻ ബിഗർ ടൈം ഫ്രെയിമിലാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. സ്മോൾ ടൈം ഫ്രെയിം ഡിസ്കഷൻ നമുക്കിപ്പോൾ ചെയ്യാം. ഓക്കെ, സോ ഇനി നമുക്ക് ഇത് നോക്കാം. ഈ ഒരു ക്രൈറ്റീരിയ നമ്മൾ നോക്കുവാണെങ്കിൽ ഫോർത്ത് വേവിൻ്റെ ഫോൾ നമുക്ക് ABC സ്ട്രക്ചർ ആണെങ്കിൽ ഇത് നോക്കുക. ഇവിടുന്ന് B and full C അങ്ങനെയാണെങ്കിൽ 127% നമ്മുടെ എക്സ്റ്റൻഡ് ഫിബൊനാച്ചി വെച്ചാണ് നമ്മൾ നോക്കേണ്ടത്. സോ നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ടാർഗറ്റ് നിയർ 161.80% കണ്ട ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തേക്കാണെങ്കിൽ ഫർദർ ഡൗൺ സൈഡിൽ വേണമെങ്കിൽ ഇനി വരാനുള്ള ചാൻസസ് കുറവാണ്. യെസ്, ഓക്കെ. സോ ഇവിടെ ഈ ഒരു എൻഡിങ് ഡയൽ പാറ്റേൺ കൂടി ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടോ. എൻഡിങ് ഡയൽ പാറ്റേൺ കൂടി ഉണ്ടാക്കാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇനി മൺഡേ ഓപ്പണിംഗ് എങ്ങനെ അതാണ് നോക്കുന്നത്. ഓക്കെ, മൺഡേ ഓപ്പണിംഗ് ഇതാണെങ്കിൽ ഫ്ലാറ്റ് ആണോ ഗ്യാപ് ഡൗൺ ആണോ എങ്ങനെയാണെന്ന് ഇപ്പോൾ കാരണം 50 ബാക്കി മാർക്കറ്റ്സ് അത്രയ്ക്ക് ഡീപ്പ് റെഡാണ്. അതുകൊണ്ട് എനിക്കും ഒന്നും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓപ്പണിങ്ങിൽ ഡിപ്പെൻഡ് ആയിരിക്കും. ഇൻ കേസ് ഗ്യാപ്പ് അപ്പ് ഓർ ഫ്ലാറ്റ് അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ സോ ഈ ഒരു ലോ മെയിൻ ആയിരിക്കും 22,860. കുറച്ചുകൂടി എന്തായിരിക്കും നമ്മുടെ മെയിൻ ഒരു ലെവലായിരിക്കും. ഇൻ കേസ് കാരണം കാൺ പ്രിഡിക്റ്റ് ദിസ്. ഓക്കെ, സോ ഇനി നമുക്ക് സ്മോൾ ടൈം ഫ്രെയിമിൻ്റെ കുറച്ചുകൂടി ഡീപ്പ് ഇത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇപ്പോൾ എനിക്ക് കാണുന്നത് ഇതിനകത്ത് ഈ ഒരു സ്ട്രക്ചർ ഒന്ന് നോക്കുകയാണെങ്കിൽ ഫ്രം ഹിയർ ടോപ്പ് ടു ഇത് നോക്കുക. ഇത് ഫസ്റ്റ് വേവായി, സെക്കൻഡ് വേവിൻ്റെ ബൗൺസ്, തേർഡ് വേവ് ആൻഡ് ഫോർത്ത് വേവിൻ്റെ ബൗൺസ് ആൻഡ് ഫിഫ്ത്ത് വേവ് ഓൺ ഗോയിങ് ആണ്. ഓക്കെ, ഫിഫ്ത്ത് വേവ് ഓൺ ഗോയിങ് ആണ്. ഇതാണ് സ്മോൾ സ്ട്രക്ചറിൽ. സോ ആ ഒരു കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 5 മൂവ്സിലാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, സോ പ്രൈസ് ഇവിടുന്ന് ഓർ ഗ്യാപ് ഡൗൺ ആണെങ്കിലും പ്രൈസ് ബൗൺസ് വരേണ്ടതാണ്. ഗ്യാപ് ഡൗൺ ആണെങ്കിലും ഇൻ കേസ് പ്രൈസ് ഗ്യാപ് ഡൗൺ ആണെങ്കിൽ ബൗൺസ് വരേണ്ടത്. കാരണം മൂവ്സ് 5 കഴിഞ്ഞു, ABCയുടെ C സ്ട്രക്ചറും അത് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഓക്കെ, പിന്നെ നമ്മൾ മറ്റേ ഇത് നോക്കുകയാണെങ്കിൽ നമ്മുടെ RSI നോക്കുകയാണെങ്കിൽ RSIയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഡയറക്ഷൻ മറ്റേ ഇതാണ് ഡൈവർജൻസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് RSI കണ്ടോ.
സോ 15 മിനിറ്റ്സ് 30 മിനിറ്റ്സ് ഒക്കെ എല്ലാം ഓവർ സോൾഡുമാണ്. സോ ഇൻ കേസ് ഗ്യാപ് ഡൗൺ ആണെങ്കിൽ അവർ ബുക്ക് ചെയ്യാൻ നോക്കും. ബൈയിങ് അല്ല, അവർ ബുക്ക് ചെയ്യാൻ നോക്കും. പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവർ ബുക്ക് ചെയ്യാൻ നോക്കും. മനസ്സിലായോ? അതാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. ഓക്കെ. പിന്നെ നമ്മുടെ ഈ ഒരു ലൈനാണ് ഏത് സ്ട്രക്ചറിലുള്ള ലൈൻ ഇടുവാണെങ്കിൽ 1 2 3 സ്ട്രക്ചർ 4. സോ അത് ഈ ഒരു ലൈൻ ഇങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. യെസ്. ഓക്കെ, 2 to 4 ലൈനാണിത്. ഏതാ? 1 1 2 3 4 and 5. 2 to 4 ലൈനാണ്. ശ്രദ്ധിക്കുക, എപ്പോഴും മോസ്റ്റ്ലി ഇങ്ങനത്തെ ട്രെൻഡ് ലൈൻസ് നമ്മൾ വരച്ച് കഴിഞ്ഞാലുണ്ടല്ലോ ഈ ഒരു ഇലിയറ്റ് വേവ് ബേസിൽ, അപ്പോൾ പ്രൈസ് അതിന് റെസ്പെക്റ്റ് ചെയ്യാറുണ്ട്, നന്നായിട്ട് റെസ്പെക്റ്റ് ചെയ്യും. നമ്മളത് വരയ്ക്കാൻ അറിയണം. ഇതാണ് ആ 2 to 4. ദാറ്റ് മീൻസ് നമ്മുടെ 2 ഇതാണ്, ഓക്കെ, ആൻഡ് 4 ഇതാണ്. സോ 2 to 4 ലൈൻ, ഓക്കെ, ഇങ്ങനെ നമ്മൾ വരച്ചു. ബോട്ടം ഇതിൻ്റെ ഈ ടോപ്പ് എടുക്കരുത്, ഇതെടുക്കരുത്. 2 to 4 ലൈൻ. ഓക്കെ, ഇത് നമ്മൾ ഇപ്പോൾ സപ്പോസ് നമുക്ക് ഇതിപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക? വേഗം ഇതിൻ്റെ 3 ഡോട്ട്സ് ഇവിടെ കാണുന്നുണ്ടല്ലോ, 3 ഡോട്ട്സിൽ പോകാം. എൻ്റെ ക്ലോൺ, ഇവിടെ ക്ലോൺ, ഇവിടെ കാണുന്നൊരു ക്ലോൺ, CLONE, ക്ലോൺ എടുക്കുക. ദാറ്റ് മീൻസ് കോപ്പി. ആ പ്രൈസ് 1 to 3 ഇത് വെക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും എന്താണ് പ്രൈസ്. ഓക്കെ, മനസ്സിലായല്ലോ? ഇതാണ് പ്രൈസ്. ചാനലിലാണ് ഇത്, ലോജിക്കലാണ്. ബാക്കി ട്രെൻഡ് ലൈൻ ആവുമെങ്കിൽ ഇങ്ങനെയൊക്കെ എന്ത് വേണമെങ്കിലും വരച്ചോളൂ. ബട്ട് കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത് പ്രോപ്പർലി വർക്ക് ചെയ്യാറുണ്ട്. ഓക്കെ, സോ ഇൻ കേസ് മൺഡേ പ്രൈസ് താഴെ വന്നു കഴിഞ്ഞിട്ട് ഗ്യാപ് ഡൗൺ ആണെങ്കിലും, സോ കണ്ടോ ഗ്യാപ് ഡൗൺ ആണെങ്കിലും അപ്പോഴും ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പ്രൈസ് സഡൻ ഈ ചാനലിൻ്റെ അകത്ത് വീണ്ടും തന്നെ വരാൻ നോക്കുകയുള്ളൂ. കാരണം ഇതിൻ്റെ 5 മൂവ്സ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഓക്കെ, സോ വേഗം ഇതിന് വരാൻ നോക്കും. ആൻഡ് ഇതിൻ്റെ ഈ ട്രെൻഡ് ലൈൻ്റെ അപ്പർ ട്രെൻഡ് ലൈൻ്റെ ബ്രേക്ക് ഔട്ട് തരുവാണെങ്കിൽ സോ പ്രൈസ് പിന്നെ സ്മോൾ ടൈം ഫ്രെയിമിൽ ബുള്ളിഷ് ആകും. അത് അങ്ങനെ ഒരു റൂളുണ്ട്. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇനി ഇതിനകത്ത് ഈ സ്ട്രക്ചറിൽ എനിക്ക് പറയാനുള്ളത് വേറെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല. ബാക്കി ഫുഡ് നമുക്ക് നോക്കാം. മൺഡേത്തെ ഡേ ഒരു ക്രൂഷ്യൽ ഡേ ആയിരിക്കും. നല്ല ഒരു ക്രൂഷ്യൽ ഡേ ആവാം നമുക്ക്. മൺഡേ കാരണം വെച്ചാൽ കറക്റ്റായിട്ട് നമുക്ക് ഇത് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇത് വേവ് ഈ ഒരു മേജർ വേവ് 3rd ആണോ ഓർ ABC സ്ട്രക്ചർ ആണോ, ഞാനിപ്പോൾ കൺഫ്യൂസ് ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അവർ ഓൾറെഡി ഇതിൻ്റെ ഫോൾ ശരിക്കും ABC സ്ട്രക്ചറിൻ്റെ ഫോൾ ഇവിടെ വരെ ലിമിറ്റഡ് ആയിരുന്നു. അത് ഫർദർ താഴേക്ക് വന്നു. അത് വന്നപ്പോൾ ഒന്നുകൂടി ഈ പ്രഷർ വന്നത് ഐ തിങ്ക് ആ ഒരു ഡൊണാൾഡ് ട്രംപിൻ്റെ ആ ഒരു സ്പീച്ച് കാരണമാണെന്ന് പറയാം. ഫോർ ദ മറ്റേ മാർക്കറ്റ്സ് എല്ലാം കൂടി ഡൗൺ ആയി, അതുകൊണ്ടെന്ന് പറയാം. ബട്ട് നമ്മുടെ ചാർട്ടിൽ ഇത് ഇഫക്റ്റ് ചെയ്തപ്പോൾ എന്തായി? സ്ട്രക്ചർ മാറി. മനസ്സിലായോ? സ്ട്രക്ചർ മാറി. സോ നമ്മൾ കൗണ്ട് ചെയ്യുന്ന അത് നമ്മൾ കുറച്ച് ചേഞ്ച് ചെയ്യേണ്ടി വരും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കുറച്ച് നമ്മൾ ചേഞ്ച് ചെയ്തേ പറ്റും. എന്നിട്ടാണ് നമുക്ക് ആ ഒരു നമ്മുടെ കൗണ്ടിങ് കുറച്ച് ക്ലിയർ ആവും. നമ്മുടെ കൗണ്ടിങ് ഇനി ക്ലിയർ ആവാനാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടി ഡീപ്പായിട്ട് എക്സ്പ്ലനേഷൻ ഇപ്പോൾ തരാൻ പറ്റത്തില്ല. ബട്ട് മൺഡേ കഴിഞ്ഞാലാണ് കുറച്ചുകൂടി ക്ലിയറിറ്റി എനിക്ക് കിട്ടും. എനിക്ക് കുറച്ചുകൂടി ഡീപ്പായിട്ട് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി സ്ട്രക്ചർ പോകാം. സോ പ്ലീസ് ബാങ്ക് നിഫ്റ്റി സ്ട്രക്ചർ അനാലിസിസ് ഷെയർ ചെയ്യുന്ന മുന്നേ എല്ലാവരും കൂടി ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യാൻ മറക്കരുത്. ഞാനിവിടെ ഷെയർ ചെയ്യുന്ന ലെവൽസ് എല്ലാം ലേണിംഗ് പർപ്പസ് ലെവൽസാണ്. കൂടുതലായിട്ട് മാക്സിമം ട്രൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാം നല്ലൊരു അനാലിസിസ് നിങ്ങളുടെ കൂടി ഷെയർ ചെയ്യാൻ ഞാൻ ട്രൈ ചെയ്യാനുണ്ട്. നിങ്ങളും എല്ലാവരും കൂടി ലൈക്കും ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സ് കലീഗ്സിൽ ആ ഗ്രൂപ്പ്സൊക്കെ ഉണ്ടാകും, ആ ഗ്രൂപ്പ്സിൽ മാക്സിമം ആയിട്ട് നിങ്ങൾ ഷെയർ ചെയ്യണം കേട്ടോ. ബാങ്ക് നിഫ്റ്റിയിൽ ഇത് ഈ ഒരു സപ്പോർട്ട് ട്രെൻഡിലുണ്ടായിരുന്നു, ഗ്യാപ് ഡൗൺ ആയി, എന്തായാലും പ്രൈസ് മുകളിലേക്ക് കയറി, റെസിസ്റ്റൻസ് എടുത്തു. സോ ബാങ്ക് നിഫ്റ്റി അത്രയ്ക്ക് പുട്ടില്ല എന്ന് വെച്ചാൽ ബാങ്ക് നിഫ്റ്റി സ്ട്രോങ് ആയിരുന്നു. ഓക്കെ, സ്ട്രോങ് ആയിരുന്നു. അതുകൊണ്ടാണ് ബാങ്ക് നിഫ്റ്റി പൊട്ടാതെ ഞാൻ ലാസ്റ്റ് ഞാനൊന്ന് പറഞ്ഞത്. ബാങ്ക് നിഫ്റ്റി അത്രയ്ക്ക് ബുള്ളിഷ് ആണ്. ബട്ട് ഇനി ബാങ്ക് നിഫ്റ്റി സ്ട്രക്ചർ വീക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്.
സോ ഞാൻ ഇപ്പോൾ ഇനി സജസ്റ്റ് ചെയ്യുന്നത് എന്താ വെച്ചാൽ ബാങ്ക് നിഫ്റ്റി ഇനി നിങ്ങൾ അപ്സൈഡ് കുറച്ച് ലിമിറ്റഡ് ആണ്. ഇനി നോക്കാനാണെങ്കിൽ ഈ ഇങ്ങനത്തെ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈൻ വരുന്നുണ്ട്, ഇത് വരച്ച് വെക്കുക. ഓക്കെ, ഇതിൻ്റെ ബിലോ പോയ ബാങ്ക് നിഫ്റ്റി ഫർദർ ഡൗൺ സൈഡ് നമുക്ക് കിട്ടും. ബാങ്ക് നിഫ്റ്റിയുടെ സ്ട്രക്ചർ ഇനി കൺഫ്യൂസ് സ്ട്രക്ചറായി. ഈ ഒരു ഏരിയയിൽ ഇത്ര ഒരു ഏരിയയിൽ ബാങ്ക് നിഫ്റ്റി ഫുൾ സൈഡ് വേസ് ആണ്. ഇനി ബെറ്റർ ഇതാണ്, ബാങ്ക് നിഫ്റ്റി ഒന്നുകൂടി താഴേക്ക് വരികയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ABC കറക്ഷനിലാണ് ബാങ്ക് നിഫ്റ്റി. സ്മോൾ ടൈം ഫ്രെയിമിൽ ഈ ട്രെൻഡ് ലൈൻ ബിലോ, ഇപ്പോൾ ബ്ലാക്ക് ട്രെൻഡ് ലൈൻ ഉണ്ടല്ലോ, ഇതിൻ്റെ ബിലോ പോയാൽ ബാങ്ക് നിഫ്റ്റി ഫോർ ദ ഡൗൺ സൈഡ് നമുക്ക് തരും. ബുളിഷ്നെസ് ഇതിൻ്റെ അബവ് തന്നെ 52,067 അബവ് തന്നെ ബുളിഷ്നെസ് വരുള്ളൂ. ഓർ ബാങ്ക് നിഫ്റ്റി ഇനി താഴേക്ക് പോകാനാണെങ്കിൽ എവിടെയൊക്കെ പോകുമെന്ന് നമുക്ക് ഇവിടെ നിന്ന് ഫിബൊനാച്ചി യൂസ് ചെയ്യും. ഫിബൊനാച്ചി എടുക്കുക ഫ്രോം ഹിയർ ടു ഇതിൻ്റെ ടോപ്പ്. ഓക്കെ, സോ ബാങ്ക് നിഫ്റ്റിക്ക് ഫർദർ ലെവൽസ് ഇതാണ്. ഏതൊക്കെയാണ്? 50,410 ആൻഡ് 49,898, 49,900. ഇത്രയൊക്കെ ലെവൽസ് ബാങ്ക് നിഫ്റ്റിയിൽ ഫർദർ നമുക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാകും. കാരണം ഈ ഒരു കൺസോളിഡേഷൻ പീരീഡ് ടൈം ഒത്തിരി എടുത്ത് കഴിഞ്ഞാൽ ഫിബൊനാച്ചി നമ്മൾ ഇലിയറ്റ് വേവിൽ അങ്ങനെയാണ്, ഓരോരോ ടൈമാണ്. ആ ഒരു ടൈം ഇത്രയും സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് പ്രൈസ് മുകളിൽ പോകാനുള്ള ചാൻസസ് കുറവാണ്. മീൻസ് അവർ അത്രയ്ക്ക് മുകളിലേക്ക് പവർ ഇല്ല. സോ നേരത്തെ ഞാൻ ഇത്ര ദിവസമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഫർദർ ബുള്ളിഷ്നെസ് ഉണ്ട്. ബട്ട് ഇപ്പോൾ നിഫ്റ്റിയിൽ ബുള്ളിഷ്നെസ് കുറവാണ്. മൺഡേ മേ ബി ഗ്യാപ്പ് ഡൗൺ ആവാം, ഇല്ല എന്നല്ല. ബട്ട് ബാങ്ക് നിഫ്റ്റിയിൽ ഇനി ഈ ഒരു ഗ്യാപ്പ്, ഞാൻ പറഞ്ഞൊരു ഗ്യാപ്പ് ഇത്ര ദിവസം ഞാൻ പറഞ്ഞത് ഇവിടുന്ന് ഞാൻ പറഞ്ഞൊരു ഗ്യാപ്പ് ഫില്ലാവില്ല. ബട്ട് ഇപ്പോൾ ഈ ഗ്യാപ്പ് ഫില്ലുമായി ഇനി ഈ ഗ്യാപ്പ് സേവ് അല്ല, ഈ ഗ്യാപ്പിൻ്റെ ബിലോ പോകാനുള്ള ചാൻസസ് ബാങ്ക് നിഫ്റ്റിയിൽ ഇനിയുണ്ട്. ബാങ്ക് നിഫ്റ്റിയിൽ ഫർദർ ഡൗൺ സൈഡ് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ഇനി കിട്ടും. സോ നെക്സ്റ്റ് സപ്പോർട്ട് അത് കഴിഞ്ഞാൽ ഇതാണ് ഇൻട്രലൈൻ സ്ട്രക്ചറാണ് ഞാൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. സ്മോൾ ടൈം ഫ്രെയിം സ്ട്രക്ചറാണ്. പിന്നെ അതുകൂടി ബ്രേക്ക് ആയാൽ ഈ ഒരു ലെവൽ ഓക്കെ 49,895 ആൻഡ് അതുകൂടി ബ്രേക്ക് ആയാൽ പിന്നെ വരുന്ന ഇവിടെ ഒരു ഗ്യാപ്പ് കൂടിയാണ്. ഓക്കെ, സോ ഇത്ര ലെവൽസ് ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് കിട്ടി കേട്ടോ. അപ്സൈഡ് ഈ ലെവലിൻ്റെ അബവ് മാത്രമേ ഉള്ളൂ. അപ്സൈഡ് ഇപ്പോൾ ഇനി ഡിപ്പ് വന്നിട്ട് ബാങ്ക് നിഫ്റ്റി കയറുവാണെങ്കിൽ ബെറ്റർ മൂവ് തരും. ഓർ ഡയറക്റ്റ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ മൂവ് അത്ര കംഫർട്ടബിൾ മൂവ് ഉണ്ടാവില്ല, ന്യൂസ് ബേസ് ഉണ്ടാവാം. ബട്ട് ഐ തിങ്ക് കുറച്ചുകൂടി താഴേക്ക് വന്നാലാണ് കുറച്ചുകൂടി ഹെൽത്തി മൂവ് ഫോർ ഓപ്ഷൻ ബയറിന് ഹെൽത്തി മൂവ് കിട്ടുകയുള്ളൂ. ഓക്കെ, നമുക്ക് വേഗം സെൻസെക്സിൽ പോകാം. സെൻസെക്സ് ഒക്കെ വീക്കായി കിടക്കണം കേട്ടോ. ഇനി എല്ലാം കൂടി സ്ട്രക്ചേഴ്സ് മാറി റീഡിങ് ആകെ ഇതായല്ലോ. സോ ഇത്രയ്ക്ക് കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. കാൺട്ട് സേ എനിത്തിങ്. എന്തായാലും നിഫ്റ്റിയുടെ പോലെ തന്നെയാണ് ഇതിൻ്റെ സ്ട്രക്ചർ. 1 2 3 4 and 5 2 to 4 ലൈൻ, 2 to 4 ഈ ഒരു ലൈൻ നമ്മളിങ്ങനെ വരച്ച് വെക്കുക. 2 and ഈ 2 to 4 ട്രെൻഡ് ലൈൻ നിങ്ങൾ എല്ലാ ടൈം ഫ്രെയിമിൽ ഇത് പഠിച്ചു കഴിഞ്ഞാൽ വരച്ച് വെക്കാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. നന്നായിട്ട് നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റും ഇത്. ഓക്കെ, കണ്ടോ എക്സാക്ട്ലി ആ ഒരു ചാനൽ. സോ ഫർദർ ഡൗൺ സൈഡ് ഇനിയുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് സപ്പോർട്ട് ചെയ്താൽ വരുന്നത് നമ്മൾ നോക്കുക. ഫസ്റ്റ് വേവിൻ്റെ ടോപ്പ് ഇതാണ്, അത് മാർക്ക് ചെയ്യണം. ഇവിടെ നല്ല കൗണ്ട് ചെയ്യണം. ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ്. സോ ഫസ്റ്റ് വേവിൻ്റെ ടോപ്പ് എപ്പോഴും മസ്റ്റാണ്. അതുകൂടി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഫർദർ ഫോൾ നമുക്ക് കിട്ടത്തുള്ളൂ. സപ്പോർട്ട് ചെയ്തായി ആൻഡ് ദെൻ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നെക്സ്റ്റ് ഈ ഒരു ഗ്യാപ്പ് ആയിരിക്കുള്ളൂ സപ്പോർട്ട്. യെസ്, ഓക്കെ, ഇത്ര ലെവൽസാണ്. ഈ ഗ്യാപ്പിൻ്റെ അഭാവം മാത്രമേ ബുള്ളിഷ് ആവുള്ളൂ. ഈ ഒരു
ഹൈ. ഇതിൻ്റെ അബവ് ഈ ഒരു ഗ്യാപ്പ് ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ, ഓൾമോസ്റ്റ് ഫുൾ ചെയ്ത് ചെറിയൊരു ഗ്യാപ്പ് ഓടിയുള്ളൂ. ഇതിൻ്റെ അബവ് പ്രൈസ് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ ഇനി ഫർദർ ഒരു ബുള്ളിഷ്നെസ് നമുക്ക് കിട്ടത്തുള്ളൂ. ബാക്കി റെസിസ്റ്റൻസ് ആണ് താഴെ കാണുന്നത്, ഇതൊക്കെല്ലാം സപ്പോർട്ട് കിട്ടുന്നത്. ഓക്കെ, അതുകൂടി ബ്രേക്ക് ചെയ്താൽ സോ നെക്സ്റ്റ് സപ്പോർട്ട് ഇതും ഈ ഒരു ഏരിയയൊക്കെ നല്ല സപ്പോർട്ട് കൂടി ആയിരിക്കും, ശ്രദ്ധിക്കാം. ഓക്കെ, ഇഷ്ടംപോലെ ലെവൽസ് ഉണ്ട്, മുകളിലത്തെ ലെവൽസും കൂടി ഡിലീറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി വേഗം നിഫ്റ്റി മിഡ് ക്യാപ്സിലേക്ക് പോകാം. നിഫ്റ്റി മിഡ് ക്യാപ്സിലിട്ട് 333 കറക്ഷൻ ആയിരുന്നു, അതെല്ലാം കൂടി ബ്രേക്ക് ഡൗൺ ആയി കൊളാപ്സായി. ഇതിനകത്ത് ഇതിവിടെ നിന്ന് വരെ ഫുൾ 1 2 3 4 and 5. ഇത് 1 2 3 സ്ട്രക്ചറല്ല, ഇത് ഡിഫറെൻറ്റ് സ്ട്രക്ചറാണ്. അത് നമ്മൾ ഇത് ആ സ്ട്രക്ചറിലേക്ക് ഇതുവരെ വന്നിട്ടില്ല, ആ സ്ട്രക്ചർ ഡിസ്കസ് ചെയ്തിട്ടില്ല. നമുക്കത് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഇതിൻ്റെ ക്ലൂൺ എടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ റെസ്പെക്റ്റ് ചെയ്യേണ്ടതാണ്, ഇവിടെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യണം. സോ പ്രൈസ് ഇനി വീണ്ടും ഇതിൻ്റെ ഈ ചാനലിൻ്റെ അകത്ത് പോവുകയാണെങ്കിൽ മാത്രമേ ഫർദർ ബുള്ളിഷ്നെസ് ഉണ്ടാവുകയുള്ളൂ. ഈ ചാനലിൻ്റെ അകത്ത് പോവുകയാണെങ്കിൽ മാത്രമേ. ഇനി റെസിസ്റ്റൻസ് വരുന്നത് ഇത്, ഇനി എല്ലാ ഇൻഡെക്സസ് വീക്ക്നെസ് ആയിട്ടുണ്ട്. താഴെ നിന്ന് ഈ ഒരു സപ്പോർട്ട് ലൈൻ കൊണ്ടോ, ഇവിടുന്ന് ഒരു സപ്പോർട്ട് ലൈൻ ഞങ്ങൾ ലാസ്റ്റ് വീഡിയോ ഷെയർ ചെയ്തായിരുന്നു, അതൊരു സപ്പോർട്ട് ലൈൻ തന്നെയാണ്. സപ്പോർട്ട് മേ ബി ഒരു സപ്പോർട്ടാവാം, അത് സഡൻ ഒരു സപ്പോർട്ട് വരുന്നത് പിന്നെ സ്റ്റാർട്ട് ആയത് ഇവിടുന്നാണ്. സോ അതാണ് നമുക്ക് സപ്പോർട്ടായിട്ട് കാരണം. ഇത് വെച്ചാൽ ഇവിടുന്ന് പ്രൈസ് ബൗൺസ് ചെയ്തു, റിജക്ഷൻ എടുത്തു, പിന്നെയാണ് ഇവിടുന്ന് ഒരു താഴേക്ക് വന്നിട്ട് റീട്രേസ്മെൻറ്റ് സഡൻ ഒരു റാലി സ്റ്റാർട്ടായത്. സോ അതാണ് ആസ് ഫോർ മീ ഒരു നല്ലൊരു സപ്പോർട്ട്. 11,035 നല്ലൊരു സപ്പോർട്ട് ഇതായിട്ട് മാറും. ഇൻ കേസ് അതുകൂടി ബ്രേക്ക് ആയാൽ പിന്നെ ഫർദർ സപ്പോർട്ട് ചെയ്താൽ. ഓക്കെ, ഇത് കണ്ടോ റെസിസ്റ്റൻസ് ആൻഡ് ദെൻ കണ്ടോ ഇവിടുന്ന് ഒരു വിഗ് ഉണ്ടാക്കിയിട്ടാണ് പ്രൈസ് അത് മുകളിലേക്ക് പോകുന്നത്. നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് ഇത്രയേ ഉള്ളൂ. ഈ ചാനലിൻ്റെ അകത്ത് കയറിയാൽ വീണ്ടും ബുള്ളിഷ്നെസ് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ഇതിൻ്റെ ഹൈ കൂടി. ഓക്കെ, ഇത്രേ ഉള്ളൂ. വേറെ ഇതിനകത്ത് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ല. ഓക്കെ, സോ സീ യു നെക്സ്റ്റ് വീഡിയോ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.